വനിതാ ഏകദിന ലോകകപ്പിന് കാര്യവട്ടം വേദിയാകില്ല. ബംഗളൂരുവിന് പകരം നവി മുംബൈയിൽ മത്സരങ്ങൾ നടത്തും. 3 ലീഗ് മത്സരങ്ങളും സെമിഫൈനലും ഫൈനലും നവി മുംബൈയിലായിരിക്കും. പാകിസ്ഥാൻ യോഗ്യത ഉറപ്പിച്ചാൽ നോക്കൌട്ട് മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റും. സെപ്റ്റംബർ 30 മുതൽ നവംബർ 2 വരെയാണ് ടൂർണമെന്റ് നടക്കുക. രുജേഷ് വി രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. രുജേഷ്, വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണ്യ, എന്തായാലും കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളെ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ICC പ്രഖ്യാപിച്ചത്. ബംഗളൂരുവിൽ നടക്കേണ്ട എല്ലാ മത്സരങ്ങളും നവി മുംബൈ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കേരളം ആദ്യമായി തന്നെ ഒരു അന്താരാഷ്ട്ര ടൂർണമെന്റിന് ലോകകപ്പിന് വേദിയാകുന്നു എന്ന തരത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഉണ്ടായിരുന്നത്. BCCIയും KCAയും ഒക്കെ പരിശോധന നടത്തുന്ന ഒരു പശ്ചാത്തലത്തിലൊക്കെ സ്റ്റേഡിയത്തിലേക്ക് മത്സരങ്ങൾ വരുന്നു, ഉടൻ പ്രഖ്യാപനം ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു കാണികൾ കണ്ടിരുന്നത്. പക്ഷേ എന്തായാലും തീരുമാനം വന്നിരിക്കുന്നു. നവി മുംബൈയാണ് ബംഗളൂരുവിലെ മത്സരങ്ങളെല്ലാം തന്നെ വേദിയാവുക എന്ന തീരുമാനം വന്നിരിക്കുന്നു. ഇന്ത്യയിൽ ആകെ 4 വേദികളാണ് ഉള്ളത്. നവി മുംബൈക്ക് പുറമെ ഇൻഡോർ, വിശാഖപട്ടണം, ഗുവാഹത്തി സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. കൊളംബോയിൽ കൂടി, ശ്രീലങ്കയിലെ കൊളംബോയിൽ കൂടി ഈ ലോകകപ്പ് വേദിയാകുന്നുണ്ട്. പാകിസ്ഥാൻ കൂടി മത്സരിക്കുന്നതിനാൽ പാകിസ്ഥാന്റെ മത്സരങ്ങളെല്ലാം കൊളംബോയിലാണ് നടക്കുക. അതോടൊപ്പം നവി മുംബൈക്കാകട്ടെ 3 ലീഗ് മത്സരങ്ങൾ പുറമെ അതോടൊപ്പം സെമി ഫൈനലും ഫൈനൽ മത്സരം കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇത് പാകിസ്ഥാന്റെ കൂടി മത്സരങ്ങൾ ആശ്രയിച്ചാകും ഇത് നവി മുംബൈയിൽ തന്നെയാണോ നടക്കേണ്ടത് അതോ കൊളംബോയിലേക്ക് മാറ്റണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവുക. എന്തായാലും സെപ്റ്റംബർ 30 മുതൽ നവംബർ 2 വരെയാണ് ടൂർണമെന്റ് നടക്കുക. വളരെ ആവേശത്തിൽ തന്നെ ഇന്ത്യൻ ടീമും പ്രഖ്യാപിച്ചതിന് ശേഷം അടുത്ത ക്യാമ്പിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അവരുടെ പരിശീലനങ്ങളൊക്കെ ഓരോ ഭാഗത്ത് ഇന്ത്യൻ ടീമിൻ്റെ താരങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണ് ഇന്ത്യൻ ടീമും ഉള്ളത്. ഏതായാലും കേരളത്തിന് വലിയ നിരാശയാണ് ഉള്ളത്. കാരണം വലിയ മത്സരങ്ങൾ നടക്കുന്ന ഒരു വേദി എന്ന് മാത്രമല്ല, ഒരുപാട് മത്സരങ്ങൾ നടക്കുന്ന ഒരു ടൂർണമെന്റിലേക്ക് കേരളം കൂടി കടന്നു വരുന്നു എന്ന തരത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയാണ് ഏറ്റവും ഒടുവിൽ അവസാനിച്ചത്. കാരണം ഇനി മറ്റൊരു മത്സരത്തിനായി കാര്യവട്ടം കാത്തിരിക്കണം. എന്തായാലും കാര്യവട്ടത്തിൽ ഇപ്പോൾ KCAയിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ലോകവേദിയിലേക്ക് കാര്യവട്ടം ഉയരും എന്ന തരത്തിൽ വലിയ ആവേശം എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം അത് കാര്യവട്ടത്തിൽ നിന്ന് നവി മുംബൈയിലേക്ക് പോവുകയും ചെയ്തു. ശരി, വിവരങ്ങൾ നൽകിയത് രുജേഷ് വി രവീന്ദ്രനാണ്.